ADGPക്കും DGPക്കും ഒറ്റ യൂണിഫോം ആർട്ടിക്കിൾസ് തന്നെയാണ്. അപ്പം ADGP ആകുമ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ IG ആയിരുന്ന ഒരു ഒലിവേല മാത്രം പ്രസൻറ്റ് ചെയ്തിരുന്ന തൊപ്പിയിൽ 2 ഒലിവേല പ്രസൻറ്റ് ചെയ്യുന്നു. അത് ഫലത്തിൽ നമ്മൾ നോക്കുമ്പോൾ 4 ഒലിവേലയായിട്ട്, അതായത് 2 ലീഫ് ഇങ്ങനെയും 2 ലീഫ് ഇങ്ങനെയും 4ആയിട്ട് നമുക്ക് തോന്നും. 2 ഒലിവേലയായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ അവരുടെയും പിന്നെ എംബ്ലം ഇത് തന്നെയാണ്. ക്രോസ് ചെയ്ത ബോളും പാറ്റേണും നമ്മുടെ സ്തംഭവുമാണ്. അത് കഴിഞ്ഞിട്ട് ഈ എംബ്ലത്തിനകത്ത് നമ്മുടെ ഒലിവല അല്പം കൂടി വലുതാവുകയും നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഈ ചെറിയ ആ ഒരു ക്രോസ് അല്പം കൂടി വലുതായി വരികയും ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഇവിടെ കൊണ്ട് നമ്മൾ തീർന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP അവിടെയാണ് നമ്മുടെ പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന അധികാരി. പക്ഷേ പോലീസിൻ്റെ തലപ്പത്ത് DGPമാർ 4-5 പേര് കാണും, 5-6 പേര് DGPമാരുണ്ട്. പോലീസിൻ്റെ തലപ്പത്ത് ഒരൊറ്റ DGPയേ ഉള്ളൂ. അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ്. അപ്പോൾ പോലീസിൻ്റെ തലപ്പത്തുള്ള DGP ഇപ്പം നിലവിൽ നമുക്കുള്ളത് ഷേഖ് ദർവേശിഷ് സാഹിബ് എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹത്തെ നമ്മൾ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നറിയപ്പെടും. അപ്പം നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള DGPമാരെല്ലാം എവിടെയാണെന്ന്. ബാക്കിയുള്ള DGPമാരെ മറ്റ് വിഭാഗത്തിൻ്റെ ചുമതലയേക്ക് വിടും. അവർക്കും DGP തന്നെയാണ് റാങ്ക്. പക്ഷേ അവർ ഏത് വിഭാഗത്തിൻ്റെ തലവനായിട്ടിരിക്കുന്നോ ആ വിഭാഗത്തിൻ്റെ തലവൻ എന്ന പേരിൽ അറിയപ്പെടും. ജയിലിൻ്റെ മേധാവിയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ അദ്ദേഹം ജയിൽ മേധാവി എന്നറിയപ്പെടും. പിന്നെ ഫയർഫോഴ്സിൻ്റെ മേധാവിയാണ് എന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സിൻ്റെ മേധാവിയാണെന്ന് അറിയപ്പെടും. അങ്ങനെ ആ റാങ്കിൽ വ്യത്യാസമില്ല, DGP റാങ്ക് തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ 3ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സാധാരണ പോലീസുകാരൻ മുതൽ SI വരെ, ഡയറക്റ്റ് SI മുതൽ നമ്മൾ DYSP, മാക്സിമം SP, ഇനി IAS IPS കിട്ടുന്ന ആൾ DGP വരെ എത്തും.